ഒരിക്കല് സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന അറിയപ്പെടുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ദൈവദാസനായിരുന്ന ഇംഗ്ലീഷുകാരനായ അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിച്ചു, താങ്കള് എപ്പോഴും ഇങ്ങനെ സന്തോഷവാനായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? സ്മിത്ത് വിഗിൾസ്വർത്തിനോട് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, I never asked Smith Wigglesworth how does he feel. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, സ്മിത്ത് വിഗിൾസ്വർത്ത് അതിന് മറുപടി പറയുകയാണ്, ഞാൻ ഒരിക്കലും സ്മിത്ത് വിഗിൾസ്വർത്തിനോട് ചോദിക്കത്തില്ല നിനക്ക് എങ്ങനെയാണ് നിന്റെ തോന്നല്, നിന്റെ ഫീലിങ്സ്, ഇമോഷൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിക്കത്തില്ലെന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് തന്നെ ആൻസർ ചെയ്തു. നാം ഫീലിങ്സിന്റെ പുറത്ത് ജീവിക്കുന്നവരല്ല, ഇമോഷൻസിന്റെ പുറത്ത് ജീവിക്കുന്നവരല്ല, മറിച്ച് നാം വചനം എന്ത് പറയുന്നുവോ, whether we feel anything or not, വചനം എന്താണോ നമ്മളോട് പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. നമുക്ക് എന്ത് തോന്നിയെന്ന് പറഞ്ഞാലും അതല്ല വിഷയം. ഫീലിംഗ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ 5 സെൻസസ്, അല്ലെ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇൻപുട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വചനപ്രകാരം ജീവിക്കുന്ന, വചനം അനുസരിച്ച് പോകുന്ന വിശ്വാസികളാണ്. ബൈബിൾ എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബയോഗ്രഫിയാണ്. അതിൽ എഴുതി വച്ചിരിക്കുന്നത് മുന്നമേ നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബയോഗ്രഫി എഴുതി വച്ചിരിക്കുകയാണ്. നാം അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവിന് പ്രിയപ്പെട്ടവരാ, നമ്മളെല്ലാവരും കർത്താവിന് വിലയേറിയവരാ, നമ്മൾ കർത്താവിന് മാന്യന്മാരാ. നമ്മെ കർത്താവ് തന്റെ വലങ്കൈ കൊണ്ട് എപ്പോഴും പിടിച്ചിട്ടുണ്ട്. അവന് നമ്മോട് പറഞ്ഞിട്ടുള്ള പ്രബോധനം, ഉദ്ബോധനം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ അതിൽ മുങ്ങിപ്പോകത്തില്ല. നീ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ ആ തീയ് നിന്നെ ഏശത്തില്ല. നീ കൂരിരുളിൻ താഴ്വരയിൽ കൂടി നടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ എന്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. നമുക്ക് പതറിപ്പോകാൻ, വാസ്തവം പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. നാം ഈ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ, ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിർമ്മലമായ ഈ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആകുലപ്പെടാനായിട്ട് യാതൊരു കാരണവും ഈ ഭൂമി ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രപഞ്ച സൃഷ്ടാവായ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുകയാ. പലപ്പോഴും നാം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതും, ആ കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണ്? The war is over. Stop struggling with sin and judgment. Stop struggling over the devil. War is over. യുദ്ധം കഴിഞ്ഞു, യുദ്ധം അവസാനിച്ചു. ഇന്ന് പാപവുമായിട്ടും ജഡ്ജ്മെന്റുമായിട്ടും ഉള്ള നമ്മുടെ പോരാട്ടം അങ്ങ് നിർത്തുക. നമ്മുടെ പോരാട്ടം കഴിഞ്ഞു. പാപത്തെയും പിശാചിനെയും നാം അല്ല പരാജയപ്പെടുത്തിയത്, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ പരാജയപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞു. The war is over. Stop struggling with sin and judgment. Walk triumphantly in Jesus എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും
നാം ആ വിഷയത്തെ പറ്റിയാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുദ്ധം കഴിഞ്ഞു. അതിനൊരു നല്ല ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടത് പൈശാചികനെ എന്താണ്, അവനിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ നേരെ വന്നപ്പോൾ നാം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, വചനത്തിൽ കൂടി നോക്കിയപ്പോൾ നാം ഒരു കാഴ്ച കണ്ടു. അവൻ ആക്രോശിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. അവന്റെ കൈകളും കാലുകളും ചങ്ങലയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരു പില്ലറേൽ ബന്ധിച്ചിട്ടിരിക്കുക. അവൻ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അവൻ ആക്രോശിക്കുവാൻ, നമ്മുടെ നേരെ പുലഭ്യം പറയുവാൻ, അസഭ്യം വിളമ്പുവാൻ മാത്രമേ അവന് കഴിയുന്നുള്ളൂ എന്ന മനോഹരമായ ഒരു ഉദാഹരണം, പൈശാചികനെ പറ്റിയുള്ള ഒരു ഉദാഹരണം നമ്മൾ വ്യക്തമാക്കി. അപ്പോൾ ഈ പൈശാചികന്റെ പലപ്പോഴും അമർച്ച കേട്ടുകൊണ്ട്, അലർച്ച കേട്ടുകൊണ്ട് ഭയപ്പെടുന്നവരാണ് പലപ്പോഴും വിശ്വാസികൾ, പ്രായോഗിക തലത്തിൽ പറഞ്ഞാൽ. എന്നാൽ വചനത്തിൽ കൂടി നാം ഇത് മനസ്സിലാക്കുമ്പോൾ, പൈശാചികന്റെ പരാജയത്തെ പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. നമ്മൾ പാപത്തെയോ പിശാചിനെയോ പരാജയപ്പെടുത്തുവാൻ പോകേണ്ട ആവശ്യമില്ല. യേശു പാപത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി. നാം യേശുവിന്റെ വിക്ടറിയിൽ നമുക്കങ്ങ് നടന്നാൽ മതി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വി റെസിൽ നോട്ട് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗൈൻസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ്, അഗൈൻസ്റ്റ് പവേഴ്സ്, അഗൈൻസ്റ്റ് ഡൊമീനിയൻ, അഗൈൻസ്റ്റ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വിക്കറ്റ് വേൾഡ് എന്ന് നമ്മൾ കണ്ടു. നമുക്ക് പോരാട്ടം ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു. ആ പോരാട്ടം എന്തിനോടാണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്തു. ആ പോരാട്ടം പിശാചിനെ പരാജയപ്പെടുത്താനല്ല, ആ പോരാട്ടം പാപത്തെ പരാജയപ്പെടുത്താനല്ല. നമ്മുടെ പോരാട്ടം നമ്മുടെ ഇമാജിനേഷനിലേക്കാണ്. ഇമാജിനേഷനിലേക്ക്, നമ്മുടെ തോട്ട് പ്രോസസ്സിലേക്ക്, നമ്മുടെ തോട്ടിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് പിശാച് തീയമ്പുകൾ എയ്യുമ്പോൾ, ആക്രോശിച്ചുകൊണ്ട് അവൻ കടന്നു വരുമ്പോൾ, നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഇട്ടു തരുമ്പോൾ, മറ്റുള്ളവരിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇട്ടു തരുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ 2 കൊരിന്ത്യർ 10:1-3 വരെ പറയുന്നത് പോലെ കർത്താവിനോടുള്ള അനുസരണത്തിന്റെ തികവിനായിട്ട് നാം ആ ചിന്തകളെ ക്യാപ്റ്റീവ് ആക്കുക ചെയ്യുന്നത്. ആ ചിന്തകളെ നമ്മൾ ബന്ധിക്കുക ചെയ്യുന്നത്, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയാ. അവിടെയാ നമുക്ക് പോരാട്ടം. നമ്മുടെ പോരാട്ടം എവിടെയാ? റൈറ്റ് ഇൻ ബിറ്റ്വീൻ അവർ ഇയേഴ്സ്. നമ്മുടെ ഈ 2 ചെവികളുടെയും ഇടയിലായിട്ട്, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ, നമ്മുടെ മാനസിക മണ്ഡലത്തിൽ മാത്രമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അത് പിശാച് ആക്രോശിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പോരാട്ടം മാത്രമാണ്. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ ആദ്യത്തെ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പരീക്ഷ വരെ വായിക്കും. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പോലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനെ അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന്. അവിടെ വരെ നമുക്ക് നിർത്താം. പരീക്ഷയിൽ നമ്പർ 1, ആദ്യത്തെ ടെംപ്റ്റേഷൻ. യേശു, ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ നമുക്ക് അതിന്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു പോകുവാൻ സാവകാശമില്ല. നമ്മൾ അതിന്റെ ഒരു മാനദണ്ഡം മാത്രം, ഒരു ഇന്റർപ്രറ്റീവ് തലം മാത്രം ഞാൻ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനത് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ തുടർമാനമായിട്ടും 2, നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതുമായ പോരാട്ടം. ദ വാർ ഈസ് ഓവർ. യേശു പിശാചിനെയും പാപത്തെയും പരാജയപ്പെടുത്തി.
എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് എവിടെയാണ്? നാം യേശുവിന് യേശു അനുഭവിച്ചതുപോലെ നമുക്കുള്ള പോരാട്ടം ഇന്ന് എവിടെയാണ്? എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിനിൽ വന്നു ഭവിച്ച ഈ പരീക്ഷയിൽ കൂടി. അപ്പോൾ പൈശാചികൻ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം, യേശുവിന്റെ ഉപവാസത്തിന് ശേഷം അവന് വിശന്നു, അവൻ ബലഹീനനായി, അവൻ തന്റെ ശരീരത്തിൽ ബലഹീനനായി ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പരീക്ഷകൻ അവന്റെ അടുത്ത് വന്നു. ഇനിയും പറയട്ടെ, ഈ പരീക്ഷ മുഴുവൻ യേശു മരുഭൂമിയിൽ ഉപവസിച്ച ശേഷം പരീക്ഷകൻ അടുത്തു വരികയാണ്, പിശാച് അടുത്തു വരികയാണ്. അവൻ 2 കൊമ്പും ഒരു വാലും ഒക്കെ ആയിട്ട് യേശുവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. മറിച്ച് നാം പലതവണ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, തന്റെ മനോമുകുരങ്ങളിലേക്ക് പൈശാചികൻ കൊണ്ടുവരുന്ന ചിന്തകളായതൊക്കെ. പൈശാചികൻ യേശുവിന്റെ അടുത്ത് നേരിട്ട് വന്ന് ഭൗതികമായിട്ട് വന്ന് ഫിസിക്കലി വന്ന് യേശുവിനോട് പറയുകയല്ല, തന്റെ മനോമണ്ഡലത്തിലേക്ക് പൈശാചികൻ ചിന്തകൾ കൊണ്ടുവരികയാണ്. നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാ പോരാട്ടം, നമ്മുടെ ഇമാജിനേഷനിലാണ് നമുക്ക് പോരാട്ടം, നമ്മുടെ തോട്ട് വേൾഡിലാണ് നമുക്ക് പോരാട്ടം. അപ്പോൾ യേശുവിനോട് വന്ന് പറഞ്ഞു, നീ ബലഹീനനാണ്, നിനക്ക് നല്ലതായി വിശക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാനായിട്ട് ഉത്തരവിടുക. ഈ കല്ല് അപ്പമായി തീരും, നിനക്ക് ഭക്ഷിക്കാം, കാര്യം നടക്കുകയും ചെയ്യും. നീ ഈ ദൈവപുത്രനാണ് ആണെങ്കിൽ എന്നുള്ള സംശയം കൊണ്ടല്ല, മറിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിന്റെ സ്നാനം നടക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരവസരം നാം അവിടെ കണ്ടു. അവിടെ പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാര് കേട്ടു? പിശാച് കേട്ടു. പിശാച് കേട്ടല്ലേ? പിശാചും ഇത് കേട്ടു. അപ്പോൾ ഇവൻ ദൈവത്തിന്റെ പ്രിയപുത്രനാണ് യേശു എന്നത് പിശാചിനറിയാം. അടുത്ത അധ്യായത്തിൽ നാം വായിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക, അപ്പോൾ നിനക്ക് ആഹാരം കഴിക്കാം, നിന്റെ വിശപ്പടങ്ങുകയും ചെയ്യും. എന്തിനാണ് പിശാച് ഇവിടെ ഇത് പറഞ്ഞത്? ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, ഒരുപാട് നിലകളിൽ നമുക്ക് ഇതിന് അർത്ഥങ്ങൾ കൊടുക്കാം. അതിലെ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നീ ദൈവപുത്രനാണല്ലോ, അതെനിക്കും അറിയാം. നീ ദൈവപുത്രനായതുകൊണ്ട് എന്റെ മുൻപിൽ അതൊന്ന് പ്രൂവ് ചെയ്തേ. നീ ദൈവപുത്രനാണെന്ന് എന്റെ മുൻപിൽ ഒന്ന് പ്രൂവ് ചെയ്തേ. ഇവിടെ ഇരിക്കുന്ന ഈ കല്ല് ഇപ്പോൾ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഈ കല്ല് അപ്പമായി മാറും. ഒരു പ്ലേറ്റിൽ നിന്റെ മുൻപിലേക്ക് അത് ലഭിക്കും, നിനക്കത് കഴിക്കാം. നീ ദൈവപുത്രനാണെന്ന് ഒന്ന് തെളിയിച്ചാൽ മാത്രം മതി. യേശു ദൈവപുത്രനാണ് എന്ന് നമുക്കറിയാം, പിശാചിനും അറിയാം. പിന്നെ എന്തിനാ തെളിയിക്കുന്നത്? നമ്മോടും പിശാച് വന്ന് പറയുന്ന സംഗതി ഇതല്ലേ? നമ്മുടെ ഇമാജിനേഷനിലേക്ക്, നമ്മുടെ മനോമുകുരത്തിലേക്ക് പലപ്പോഴും പിശാച് കൊണ്ടുവരുന്ന ചിന്ത ഇതല്ലേ? പലപ്പോഴും മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ കൂടി നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് വരുന്ന ചിന്തകൾ ഇതല്ലേ പലപ്പോഴും ഉണ്ടാകുന്നത്? നമുക്ക് അവിടെ പോരാട്ടമുണ്ട്. എന്താണ് പോരാട്ടം? നീ ദൈവപുത്രനാണെന്നും നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അത് നിന്നെ ബാധിക്കുകയില്ലെന്നും ഒക്കെ നീ ഇപ്പോൾ ഗീർവാണം അടിച്ച് അത് നീ പറഞ്ഞു, നീ അത് കേട്ടു, നീ എത്ര പ്രാവശ്യം കേട്ടു, എന്നിട്ട് എന്താ നിനക്കിപ്പോ ഇങ്ങനെ വന്നു? ഇത് തന്നെയല്ലേ നമുക്കും വരുന്നത്? ഇത് തന്നെയല്ലേ നമുക്കും വരുന്നത്? നിങ്ങൾ ആരല്ല, നിങ്ങൾ ആരാണ് എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ, യേശു നമ്മോട് പറയുമ്പോൾ, ദൈവവചനം നമ്മോട് പറയുമ്പോൾ, നിങ്ങൾ അതല്ല എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രം.
ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാ. യേശുവേ. സംശയമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ട് സംശയമില്ല? ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ദൈവം പറഞ്ഞു. വചനം നിങ്ങളോട് ഓരോരുത്തരോടും, നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. യേശുവേ. എല്ലാവരും എക്സൈറ്റഡ് ആയി, എല്ലാവരും ഇൻസ്പയർഡ് ആയി, അല്ലേ? ഈ മീറ്റിംഗ് അങ്ങോട്ട് കഴിയുമ്പോ പിശാച് വന്ന് പറയും, പിന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? ശരിയല്ലേ? ശരിയാണോ? ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഈ ചിന്തയെ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്, നീ ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞല്ലോ, എന്നാൽ ഈ കല്ലൊന്ന് അപ്പമായി തീരട്ടെ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞാൽ അത് അപ്പമായി മാറും, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളോടും വന്ന് പറയുക, നീ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടവരോ, എന്നിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ. എന്നിട്ട് നിന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് നോക്കി, എന്നിട്ട് നിനക്ക് ഒരു വണ്ടിയല്ലേ ഉള്ളൂ, എന്നിട്ട് നീ അപ്പാർട്ട്മെന്റിലല്ലേ താമസിക്കുന്നത്, നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ എന്ന് പറയുമ്പോ നമ്മൾ മാറിയിരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്താ ചിന്തിക്കുന്നത്? ശരിയാണല്ലോ, അല്ലേ? നമ്മൾ പിശാചിന് വശംവദരാകുക. എവിടെ അവിശ്വസിച്ചിട്ട് ആ വശംവദരാകുന്നറിയാമോ? ദൈവം പറഞ്ഞ ദൈവവചനം അവിശ്വസിച്ചിട്ട് നമ്മൾ മാറിയിരുന്ന് ചിന്തിക്കുക, പിശാച് പറഞ്ഞതാ ശരിയെന്ന്. അല്ലേ? ഇത് നമ്മുടെ അനുഭവം. അല്ലെങ്കിൽ വേറൊരാള് വന്ന് പറയും, നീ ഇന്നലെ അവിടെ പറയുന്ന കേട്ടല്ലോ, നീ എല്ലാ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അനുഗ്രഹങ്ങളാലും നീ അനുഗ്രഹിക്കപ്പെട്ടവനാ, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എന്നിട്ട് നിന്റെ വേദന മാറിയില്ലല്ലോ, മുട്ടുവേദന മാറിയില്ലല്ലോ, എത്ര പ്രാവശ്യം നീ പ്രാർത്ഥിച്ചിട്ടും മാറിയില്ലല്ലോ. റിമെമ്പർ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തെ അവിശ്വസിക്കാതെ ഇരിക്കുക. ദൈവവചനത്തെ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ തോന്നലുകൾ എന്തു തന്നെയാണെങ്കിലും പിശാച് പറയുന്നതല്ല കേൾക്കേണ്ടത്, ലോകം പറയുന്നതല്ല കേൾക്കേണ്ടത്, എക്സ്പീരിയൻസ് പറയുന്നതല്ല കേൾക്കേണ്ടത്, ഇമോഷൻസും ഫീലിംഗും പറയുന്നത് അല്ല കേൾക്കേണ്ടത്, നമ്മുടെ ഇമാജിനേഷനിലും തോട്ടിലും വരുന്നതല്ല കേൾക്കേണ്ടത്. മറിച്ച് ദൈവം പറഞ്ഞ വചനം എന്താണെന്ന് ഓർക്കുക. റിമെമ്പർ വാട്ട് സ്മിത്ത് വിഗിൾസ്വർത്ത് സെഡ്. വിഗിൾസ്വർത്ത് പറഞ്ഞു, ഞാൻ വിഗിൾസ്വർത്തിനോട് ചോദിക്കത്തില്ല എനിക്ക് എന്തുവാ തോന്നുന്നത്, ഞാൻ നേരെ വചനത്തിലോട്ട് ചെല്ലുമെന്ന്. എനിക്ക് എന്തു തോന്നുന്നു എന്ന് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എന്തു തോന്നുന്നു എന്നുള്ളത് ഞാൻ ഇഗ്നോർ ചെയ്യും. ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ വചനത്തിലോട്ട് നോക്കും എന്നാ വിഗിൾസ്വർത്ത് പറഞ്ഞത്. എന്റെ തോന്നലുകൾ അനുസരിച്ചല്ല, എന്റെ ഇമോഷൻസിനും ഫീലിംഗും അനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. എന്റെ വേദന അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? വിഗിൾസ്വർത്ത് പറഞ്ഞത്, എനിക്ക് അവന്റെ അടിപ്പിണരുകളാൽ രോഗസൗഖ്യം വന്നിരിക്കുന്നെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വചനമാ വിശ്വസിക്കുന്നത്. ആദമും ഹൗവയും ചെയ്ത പാപം എന്താ? ആദ്യ പാപം എന്താ? അനുസരണക്കേടെന്ന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പറയുമെങ്കിലും അനുസരണക്കേട് പ്രത്യക്ഷത്തിൽ അവര് ചെയ്തതാ. അനുസരണക്കേടിന് മുമ്പ് വേറൊരു സംഭവം നടന്നു. അതാണ് അനുസരണക്കേടിലേക്ക് നയിച്ചത് അവരെ. എന്താണ് നയിച്ചതെന്നറിയാമോ? അവർ അവിശ്വസിച്ചു. ദൈവത്തിന്റെ വചനം, ദൈവം പറഞ്ഞതിനെ അവർ അവിശ്വസിച്ചു. അതായത് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവവചനം ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് ഈ വചനം കിടക്കുമ്പോൾ പിശാച് വന്ന് പറഞ്ഞു, നീ മരിക്കും, നീ ദൈവത്തെ പോലെയാകും. അപ്പോൾ ആദ്യം സംഭവിച്ച പാപം എന്താണ്? ആദമിനും ഹവ്വയ്ക്കും വചനം, ദൈവം പറഞ്ഞതിനെ അവർ അവിശ്വസിച്ചു. എന്നിട്ട് പിശാച് പറഞ്ഞതിനെ വിശ്വസിച്ചു.
ആ ഫലം നോക്കിയപ്പോൾ കാണുവാൻ നല്ലത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ നല്ലത്, ഇതെല്ലാം കണ്ടപ്പോൾ അവര് വിചാരിച്ച് കർത്താവ് പറഞ്ഞതിനെക്കാട്ടി സത്യം എനിക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് തോന്നുന്നത് ഈ പാമ്പ് പറഞ്ഞതാ. അവിടെ ദൈവവചനം അവിശ്വസിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് അനുസരണക്കേടായിട്ട്, ഡിസൊബീഡിയൻസ് ആയിട്ട് അങ്ങ് മാറി. നമുക്കും വരുന്ന പരീക്ഷകൾ ഇത് തന്നെയല്ലേ? അല്ലെ? നാളെ നിങ്ങള് ഇന്ന് ഈ പ്രസംഗമൊക്കെ കേട്ട് വളരെ ഇൻസ്പയർഡ് ആയിട്ട് ശക്തമായിട്ട് നിന്നിട്ട് നാളെ വെളിയിലോട്ട് ഇറങ്ങണം. അപ്പോൾ പൈശാചികൻ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരും. വേറൊരാളിൽ കൂടി ആയിരിക്കും കൊണ്ടുവരുന്നത്, ബന്ധുമിത്രാദികളിൽ കൂടി ആയിരിക്കും, സ്നേഹിതന്മാരിൽ കൂടി ആയിരിക്കും, കോവർക്കേഴ്സിൽ കൂടി ആയിരിക്കും കൊണ്ടുവരുന്നത്. സഭയിലെ പള്ളിയിൽ പോകുന്ന, ചർച്ചിൽ പോകുന്ന മറ്റുള്ള വിശ്വാസികളിൽ കൂടി ആയിരിക്കും വരുന്നത്. ചിലപ്പോ അച്ഛനിൽ നിന്നായിരിക്കും വരുന്നത്, ഉപദേശിയിൽ നിന്നായിരിക്കും വരുന്നത്, ബിഷപ്പിൽ നിന്നായിരിക്കാം വരുന്നത്. അപ്പോ അവര് വന്ന് പറയും അങ്ങനെ അല്ല. അപ്പോൾ ദൈവം അല്ലെങ്കിൽ ദൈവവചനം നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ അതല്ല, നമ്മൾക്കത് ചെയ്യുവാൻ കഴിയത്തില്ല, നമുക്ക് എന്തുണ്ടെന്ന് വചനം പറഞ്ഞിട്ടുണ്ടോ, നമ്മൾക്കതില്ല എന്ന് പറയുന്നതാ പിശാചിന്റെ തന്ത്രം. Whether we feel it or not, whether we see it or not, we need to believe what the word says. ദൈവം പറഞ്ഞതാ നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒരുക്കത്തോടുകൂടി അതിനുവേണ്ടി ഒഴുങ്ങാം. രണ്ടാമത്തെ പരീക്ഷയും ഇത് തന്നെ. പിന്നെ പിശാചി അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവത്വമെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷയും ഇത് തന്നെയാണ്. ആദ്യത്തെ പരീക്ഷയ്ക്ക് മറുപടിയായി ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചടിച്ചത് എങ്ങനെയാ? മനസ്സിൽ വന്ന ആ ചിന്തകളെ, ആ ഇമാജിനേഷനെ, തോട്ട്സിനെ കർത്താവ് എങ്ങനെയാ തിരിച്ചടി കൊടുത്തത്? പിശാചിനെ പരാജയപ്പെടുത്തി. കർത്താവ് ഓൾറെഡി പരാജയപ്പെടുത്തി. നമ്മൾ ഇനി പിശാചിനെ പരാജയപ്പെടുത്താൻ പോകണ്ട. ആ മുഖുരത്തിൽ വന്ന ആ തോട്ട്സിനെ കർത്താവ് പരാജയപ്പെടുത്തിയത് എഴുതപ്പെട്ട ആത്മാവിന്റെ വചനം എന്ന വാൾ ഉപയോഗിച്ച് വെട്ടുകാരെന്ന് ചെയ്തത് അല്ലെ? എഫേസ്യർ ലേഖനം 6 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആത്മാവിന്റെ വചനമാകുന്ന വാൾ ഉപയോഗിച്ച് വെട്ടി. അപ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ. ദൈവ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് വിളിച്ചു പറയണം. എനിക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, എനിക്ക് ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലെങ്കിലും, ഞാൻ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും, എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെങ്കിലും വിളിച്ചു പറയേണ്ടത് എന്താണ്? വിഗസ്വർത്ത് പറഞ്ഞതുപോലെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇപ്രകാരം ദൈവം പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പരീക്ഷയിൽ വന്ന് പറയുകയാണ്, അവനെ ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി. പിശാച് ഭൗതികമായിട്ട് യേശുവിനെ കൂട്ടി കയ്യെ പിടിച്ചുകൊണ്ട്, ബാ നമുക്ക് ദേവാലയത്തിന്റെ അഗ്രത്തിൽ പോകാം എന്ന്, അതിന്റെ മുകളിൽ കയറാമെന്ന് പറഞ്ഞ് പോയതല്ല. അങ്ങനെ യേശു പോകത്തില്ല. പിശാചിന്റെ കൂടെ പോകുമോ? ഇല്ല. അപ്പോൾ തന്റെ മനസ്സിൽ വരികയാണ്, തന്റെ മനസ്സിലേക്ക് തോട്ട് വരികയാണ്, ഇമാജിനേഷനിൽ വരികയാണ്. താൻ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിൽക്കുകയാണ്. പിശാച് അപ്പോൾ തന്റെ മനസ്സിലേക്ക് ചിന്തയിടുകയാണ്, എടുത്തു ചാടിക്കൂ. കർത്താവ് വചനം കൊണ്ടല്ലേ മുമ്പ് മറുപടി കൊടുത്തത് ആദ്യത്തെ പരീക്ഷയ്ക്ക്? എടുത്തു ചാടിക്കൂ. ചാടിയാൽ എന്ത് സംഭവിക്കും? നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണ ദൂതന്മാര് കാത്തു രക്ഷിക്കുമെന്നും വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പിശാച് ഇപ്പം വചനം കോട്ട് ചെയ്തു. അങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പിശാച് പറഞ്ഞു. അപ്പോൾ അതിന് എന്തോ ദൈവം മറുപടി പറഞ്ഞത്?
നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ ദൈവമായ കർത്താവിനെ കർത്താവിനെ പരീക്ഷിക്കരുത് പരീക്ഷിക്കരുത്. പരീക്ഷിക്കരുത് എന്നും എന്നും കൂടെ എഴുതിയിരിക്കുന്നു. വീണ്ടും എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. വേറെ വെപ്പൺ ഒന്നും എടുക്കാൻ പോയില്ല. നമ്മുടെ കയ്യിലുള്ള വെപ്പൺ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച. വചനം എന്ന വെപ്പൺ, വചനം എന്ന ആത്മാവിന്റെ വാള് വീണ്ടും എടുത്തു. വീണ്ടും ആ വാളെടുത്ത് വെട്ടുക ചെയ്തത്. അപ്പൊ ഇവിടെയും പറഞ്ഞത്, നീ എന്തല്ല, നിനക്ക് എന്ത് സംഭവിക്കത്തില്ല, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് എടുത്ത് ചാടുക, ദൂതന്മാരെ കാത്തു സൂക്ഷിക്കുമല്ലോ. അപ്പോൾ നീ എടുത്ത് ചാടുക, നമുക്ക് കാണാം, ദൂതന്മാര് നിന്നെ സൂക്ഷിക്കുന്നത് കാണാം എന്ന് പിശാചിന്റെ മുൻപിൽ പ്രൂവ് ചെയ്യുക. വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചേ എന്ന് കർത്താവിനോട് പറയുക. അപ്പോൾ പിശാചിന്റെ മുൻപിൽ കർത്താവ് ഇത് പ്രൂവ് ചെയ്യണം. വചനം പറഞ്ഞത് ശരിയാണെന്ന് പിശാചിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ആവശ്യം. അപ്പോൾ പിശാചിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന വചനമാകുന്ന വാൾ എടുത്തുകൊണ്ട് പിശാചിനെ തിരിച്ചടിക്കുക ചെയ്യുന്നു. അടുത്ത പരീക്ഷ, മൂന്നാമത്തെ പരീക്ഷയിലേക്ക് വരാം. മൂന്നാമത്തേതും അവസാനത്തേതും. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ 2 തവണ വചനത്തിന്മേൽ അവിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ ഹൂ ആമായി എന്ന ആ വിഷയത്തെ, ഞാൻ ആരാണ് എന്നതിനെ അവിശ്വസിക്കുവാൻ പിശാച് യേശുവിന്റെ അടുത്തൊരു തന്ത്രം മെനഞ്ഞു. അവിടെ പരാജയപ്പെട്ടപ്പോൾ അടുത്ത തന്ത്രം, നീ വന്നത് ഈ റിഡംഷന് വേണ്ടിയാണ്, സാൽവേഷൻ മനുഷ്യന് ഒരുക്കി കൊടുക്കാൻ വേണ്ടി. അത് ഇനി ഇവിടുന്ന് നടന്ന് അപ്പോൾ പറയുക, പിശാചിനെ, യേശുക്രിസ്തുവിനെ പിശാച് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യേശുവും പിശാചും കൂടെ കൈ പിടിച്ചോണ്ട് പോവുക അല്ല ചെയ്തത്, അവിടെ കൊണ്ടുപോയി ഒരു ഉയർന്ന മലയിലോട്ട് കൊണ്ടുപോയി പറയുക, നോക്കിക്കേ, നീ വന്നത് ഇതിനു വേണ്ടിയല്ലേ, ഈ അധികാരത്തിന് വേണ്ടിയല്ലേ, ഈ ഭൂമിയിലുള്ള ജനത്തെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയല്ലേ, അതിനുവേണ്ടി ഇനി കാൽവറി വരെ നടന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പർപ്പസ് നമുക്കിപ്പോൾ ഇവിടെ നിറവേറ്റാം. നീ വന്ന ലക്ഷ്യം, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ നിറവേറ്റാൻ പോവുകയാണ്. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാ മതി. കാൽവറി വരെ ഇനി നടന്നു പോകണ്ട, ഈ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കണ്ട, പർപ്പസ് നടക്കാൻ പോവാ. ഞാനൊന്ന് ചോദിക്കട്ടെ, പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷയം ഇതാണ്. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവം ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ ആരെയും വൃഥാവ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ല. എല്ലാവരുടെയും ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്. പർപ്പസ് ഡ്രിവൺ ലൈഫ്, റിക് വാരൻ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിന് വ്യക്തമായ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തകർക്കുക എന്നുള്ളതാ പിശാചിന്റെ അൾട്ടിമേറ്റ് ഗോൾ. അത് നടത്തരുത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പർപ്പസ് എന്താണോ അത് നടത്തരുത്. പിശാചിനെ ഇപ്പോൾ യേശുക്രിസ്തു പിശാചിനെ അങ്ങ് താണു വീണ് നമസ്കരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ആ പർപ്പസ് നടക്കുമായിരുന്നു, ഈ ഭൂമി മുഴുവൻ കൊടുക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അതോടുകൂടി യേശുക്രിസ്തുവിന്റെ പർപ്പസ് എന്നേക്കുമായിട്ട് നിലച്ചുപോയേനെ, എന്നേക്കുമായിട്ട് അത് അവിടെ സ്തംഭിച്ചു പോയേനെ. പർപ്പസിൽ നിറവേറ്റുന്നതിൽ യേശു പരാജയപ്പെട്ടു പോയേനെ.
അപ്പോൾ കള്ളൻ വരുന്നത് അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. അവൻ നമ്മുടെ ജീവിതം ലക്ഷ്യം, നമ്മൾ ആരല്ലെന്ന് അവന് പറയണം, ആരല്ലെന്ന് നമ്മളെ വിശ്വസിപ്പിക്കണം. നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ബൈബിള് പറയുമ്പോൾ, വചനം പറയുമ്പോൾ നമുക്കത് ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് നമ്മെ കൊണ്ട് വിശ്വസിപ്പിക്കണം. നമ്മൾ ആരാണെന്ന് ബൈബിള് പറയുമ്പോൾ നമ്മൾ അതല്ല എന്ന് നമ്മെ കൊണ്ട് വിശ്വസിപ്പിക്കണം. പിശാചിന് നമുക്ക് എന്തുണ്ട് എന്ന് ബൈബിള് പറയുമ്പോൾ അത് നമുക്കില്ല എന്ന് നമ്മെ കൊണ്ട് വിശ്വസിപ്പിക്കുവാനായിട്ട് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് വിശ്വസിപ്പിക്കുവാനായിട്ടുള്ള അവന്റെ പരിശ്രമം, അതും കഴിഞ്ഞ ശേഷം അൾട്ടിമേറ്റ്ലി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ വിഷൻ, നമ്മുടെ ഗോള് എന്താണോ അത് നിർവഹിക്കാതിരിക്കുക, കൊല്ലുക, അറക്കുക, മുടിക്കുക, അത് അശേഷം ഇല്ലാതാക്കി നമ്മുടെ പർപ്പസിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുക, നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇവിടെ ഇപ്പോ നമ്മൾ കണ്ടത് നമ്മുടെ പോരാട്ടം അതിനൊക്കെ അപ്പുറം അല്ലെ. മനുഷ്യരോടോ, പുരോഹിതന്മാരോടോ, ബിഷപ്പുമാരോടോ, പാസ്റ്റർമാരോടോ, സഭയിലെ മെമ്പേഴ്സിനോടോ ഒന്നും നമുക്ക് പോരാട്ടമില്ല. സഹവിശ്വാസികളോട് നമുക്ക് പോരാട്ടമില്ല. നമുക്ക് നമ്മുടെ കോവർക്കേഴ്സിനോട് പോരാട്ടമില്ല. അവരൊക്കെ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യര് മാത്രമാ നമ്മെ പോലെ. നമുക്ക് പോരാട്ടമുള്ളത് അതിനേക്കാളൊക്കെ വലിയ ഏരിയയിലാണ് നമ്മുടെ പോരാട്ടം. നാം ഇപ്പൊ ഇവിടെ കണ്ടു. മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ആരാണ്, ആരല്ല. ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ മനോമണ്ഡലത്തില്. നമ്മൾ എന്തുണ്ട്, നമുക്ക് എന്തില്ല. ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ മനോമണ്ഡലത്തില്. നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ മനോമണ്ഡലത്തില്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആ പോരാട്ടമുള്ളത്. എന്തുകൊണ്ടാണ്, ഏത് ആയുധം ഉപയോഗിച്ചാണ് നാം ആ പോരാട്ടത്തിൽ പോരാടുന്നത്? ദൈവവചനമാകുന്ന ആത്മാവിന്റെ ആയുധം ഉപയോഗിച്ച. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എന്ന് പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ എനിക്കറിയാം, എല്ലാരും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്ത വന്നത് എവിടുന്നാന്നറിയാമോ? ദൈവമല്ല ആ ചിന്ത തന്നത്. ദൈവം ഒരിക്കലും പറയത്തില്ല, ദൈവത്തിന്റെ പരമോന്നത സൃഷ്ടിയെ നോക്കി ദൈവം ഒരിക്കലും പറയത്തില്ല ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണ്, ഒരു കഴിവ് കെട്ട വ്യക്തിയാന്ന്. ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയെ നോക്കി, നിങ്ങളെയും എന്നെയും നോക്കി ദൈവത്തിന് പറയുവാൻ, പിതാവിന് പറയുവാൻ കഴിയത്തില്ല. ആ ചിന്ത കൊണ്ടുവന്നത് പൈശാചികനാ. അവൻ കെട്ടപ്പെട്ട കൈയും കാലും ബന്ധിച്ച് കെട്ടപ്പെട്ടിരിക്കുന്ന ആ പില്ലറിൽ കെട്ടപ്പെട്ടിരിക്കുന്ന അവന്റെ വായ് കൊണ്ട് ആക്രോശിച്ച് മറ്റുള്ളവരിൽ കൂടി നമ്മുടെ ചിന്താ മണ്ഡലത്തിലേക്ക് ഇട്ട് തന്നതാ. നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മളത് വിളിച്ചു പറഞ്ഞ് കൺഫസ് ചെയ്തു, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന്, എനിക്ക് കഴിവില്ലെന്ന്. ഇനിയും അങ്ങനെ ഒരു ചിന്ത വരുമ്പോ ഓർത്തോണം, ഉടനെ വിളിച്ചു പറയണം, ഞാൻ ദൈവത്തിന് മാന്യനും ദൈവത്തിന് വിലയേറിയവനുമാ. അവന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്നവനാ, വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തിയാ ഞാന്. വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ എന്നെ ഇട്ടേച്ച് പോകത്തില്ല, ഞാൻ മുങ്ങിപ്പോകത്തില്ലെന്ന് പറയണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ കഴിവില്ലാതിരിക്കുന്നവരായി തീരുന്നത്? എങ്ങനെയാ നമ്മൾ കഴിവ് കെട്ടവരായി പോകുന്നത്? അങ്ങനെയാണെങ്കിൽ യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വചനം വിശ്വസിക്കുക. പിശാചിന്റെ സംസാരമല്ല, പിശാചിന്റെ ഇമാജിനേഷൻ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മള് വിലയേറിയവരാണ്. കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? പറയരുതോ, കർത്താവ് എനിക്ക് തുണ, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? നമ്മൾ തകർന്നു പോകത്തില്ല.
നമ്മൾ താളടിയായി പോകുവാൻ ഒക്കത്തില്ല. നമ്മൾ കടന്നു പോകുന്നത് ഒരു പക്ഷേ ഒരു വലിയ പ്രയാസത്തിന്റെ മധ്യത്തിൽ കൂടി ആയിരിക്കാം, വിഷമാവസ്ഥയിൽ കൂടി ആയിരിക്കാം, കുടുംബത്തിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം. പക്ഷേ ഞാനൊരു ഗ്യാരണ്ടി പറയട്ടെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നീ തകർന്നു പോകത്തില്ല. നിനക്ക് താളടിയായി പോകാൻ ഒക്കത്തില്ല. അവൻ കൈവിട്ടു പോകുന്ന ദൈവമല്ല. നിനക്ക് കുറവുകൾ വരുമ്പോൾ നാം കണ്ടതുപോലെ യെശയ്യാവ് 40:11 അവൻ മാറോട് ചേർത്ത് നിന്നെ പിടിക്കുന്ന ദൈവമാണ്. കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ദോഷങ്ങളും പാപങ്ങളും വരുമ്പോ അവൻ എന്ത് ചെയ്യും? മാറോട് ചേർത്ത് പിടിക്കും. അല്ലാതെ വഴിയിൽ വെച്ച് കളഞ്ഞേച്ചു പോകുന്ന ഈ ദൈവമല്ല നമ്മുടെ പിതാവ്. ദിസ് ടൈം ഷാൽ പാസ്. ബാബു ബ്രദർ ഒരിക്കൽ പറഞ്ഞതാ, ഈ സമയവും കടന്നു പോകും. ദിസ് ടൈം ഷാൽ പാസ്. ഈ സമയവും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയവും കടന്നു പോകും. ഒരു നല്ല ശുഭകാലം, ഒരു നല്ല പ്രത്യാശയുടെ പ്രഭാതം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തളർന്നു പോകാനുള്ളവരല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോകാനുള്ളവരല്ല. നമ്മളെ കർത്താവ് കൈപിടിച്ച് നടത്തുന്നത്. നമ്മൾ ആരാണെന്ന് നമുക്ക് എന്ത് തോന്നിയാലും, എന്ത് ചിന്തിച്ചാലും, നോ മാറ്റർ വാട്ട് യു ഫീൽ, no matter what you think, no matter what you do, Jesus is with you. നമ്മളോട് കൂടെ യേശുവുണ്ട്, നമ്മളോട് കൂടെ യേശുവുണ്ട്. അവൻ കൈവിടത്തില്ല. നമ്മൾ കൈവിട്ടാലും അവൻ കൈയെന്ന് വിടത്തില്ല. മക്കൾ കൈവിട്ടേച്ച് പോയാലും അപ്പൻ കൈവിടത്തില്ല. Remember Smith Wigglesworth, എനിക്ക് എന്ത് തോന്നുന്നു എന്ന് ഞാൻ എന്നോട് ചോദിക്കാറില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഇനി ചോദിക്കരുത്. തോന്നുന്നതല്ല വിഷയം. പുസ്തകം എടുക്കണം, അതിലെന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാ വിഷയം. ഒരു നാളും അവന് നമ്മെ വിട്ടുപിരിയാൻ കഴിയത്തില്ല. നമുക്ക് വിട്ടുപിരിയാൻ കഴിയുമെങ്കിൽ പോലും അവന് നമ്മെ വിട്ടുപിരിയാൻ കഴിയത്തില്ല. Hallelujah. Praise God. Thank you, Lord. Hallelujah. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.